ഈ വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രിയുടെ തേർഡ് ചാപ്റ്ററായ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രിയുടെ പാർട്ട് 4 പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു ടോപ്പിക് ഉണ്ട്, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്. എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ്? ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് എ കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ ഓവർ ദ അനദർ മെറ്റൽ. ഒരു മെറ്റലിന്, ഇവിടെ ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ ഈ മെറ്റലിനെ സൂക്ഷിക്കാൻ നമ്മൾ വേറൊരു മെറ്റൽ ഉപയോഗിച്ചിട്ട് കോട്ട് ചെയ്യും. അപ്പോൾ ഈ മെറ്റലിനെ എന്തെങ്കിലും തുരുമ്പ് പിടിക്കാണ്ടിരിക്കാനോ, അല്ലെങ്കിൽ അത് എയറായിട്ട് കോണ്ടാക്ട് ചെയ്യാണ്ടിരിക്കാനോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഒരു കേടുപാട് സംഭവിക്കാതിരിക്കാനോ ഒക്കെയാണ് നമ്മളൊരു മെറ്റലിനെ വേറൊരു മെറ്റൽ വെച്ചിട്ട് കോട്ട് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നാണ് പറയുന്നത്. ഈ ഒരു പിക്ചറിൽ ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ നടക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഒരു ബീക്കറിൽ ഒരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അതായത് കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ, അതാണ് ഈ ബീക്കറിൽ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ. ഇത് എന്ന് പറയുന്നത് ഈ നീല നിറത്തിൽ കാണുന്നതാണ് കോപ്പർ റോഡ്. ഈ സംഭവം ഈ റെഡ് നിറത്തിൽ കാണുന്നതാണ് അയൺ ബാങ്കിൾ. അപ്പം നമുക്കറിയാം ഇവിടെ നടക്കുന്നത് ഈ അയൺ ബാങ്കിളിനെ കോപ്പർ റോഡ് വെച്ചിട്ട് നമ്മളൊന്ന് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാണ്. അതായത് അയൺ ബാങ്കിൾ ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കേടുപാട് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടി കോപ്പർ റോഡ് വെച്ചിട്ടാണ് അതിനെ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത്. ഒരു മെറ്റലിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ അതിന് ചുറ്റും വേറൊരു മെറ്റൽ വെച്ചിട്ട് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 3-4 ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോപ്പർ റോഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ കോപ്പർ റോഡ് ബാറ്ററിയുടെ ഏത് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യുക? നമ്മൾ അയൺ ബാങ്കിളിനെ ചുറ്റേണ്ട സംഭവമാണ് ഈ കോപ്പർ റോഡ് എന്ന് പറയുന്നത്. അത് ഏത് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ഇത് കണക്ട് ചെയ്യുക. ഇനി അയൺ ആണെങ്കിൽ, അതായത് ഇതിനെയാണ് നമ്മൾ ഇതുകൊണ്ട് പൊതിയാൻ പോകുന്നത്. അപ്പോൾ ഈ അയണിൻ്റെ ബാങ്കിളാണെങ്കിൽ ഇതിനെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്യാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോപ്പർ റോഡ് ഏതിലേക്കാണ്, ബാറ്ററിയുടെ ഏത് പൊസിഷനിലേക്കാണ് കണക്ട് ചെയ്യുന്നത്, ഏത് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ റോഡ് പോസിറ്റീവ് ടെർമിനലിലേക്കും അയൺ ബാങ്കിൾസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ആസ് ഇലക്ട്രോലൈറ്റ്? ഇവിടെ ഏത് സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? ഈ കോപ്പർ റോഡ് ആയതുകൊണ്ട് കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷനാണ് ഇവിടെ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. വാട്ട് ഹാപ്പൻസ് ടു ദ Cu2+ അയോൺ ആൻഡ് റൈറ്റ് ഇക്വേഷൻ? ഇവിടെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ Cu2+ എന്ന് പറയുന്നത് പോസിറ്റീവ് അയോൺസ് ആണ് അല്ലേ. പോസിറ്റീവ് അയോൺസിന് നമ്മൾ എന്ത് വിളിക്കും? കാറ്റിയോൺസ് എന്ന് വിളിക്കും. ഈ കാറ്റിയോൺസ് നേരെ പോകുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് പോവാം. കാഥോഡിൽ എന്താ നടക്കുക? റിഡക്ഷൻ. അപ്പോൾ അവിടെ റിഡക്ഷൻ നടക്കുമ്പോൾ അവിടെ ഇലക്ട്രോണെ വേടിക്കുകയാണ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? Cu2+ + 2e-. കണ്ട, ഈ ഇലക്ട്രോണെ വേടിച്ചിട്ട് അത് കോപ്പർ ആറ്റമായിട്ട് മാറുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് അയോണാ നോക്കുക, അത് ഏത് ഇലക്ട്രോഡിലേക്ക് പോകും, അവിടുത്തെ നെയിം എന്താണ്, ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണോ വേടിക്കുകയാണോ. അപ്പോൾ അത് വേടിച്ചിട്ട് 2 ഇലക്ട്രോൺ വേടിച്ചിട്ട് കോപ്പറിൻ്റെ കാര്യമായതുകൊണ്ട് 2 ഇലക്ട്രോൺ വേടിച്ചിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറുന്നു. ഇവിടെ നോക്കിയേ, ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഹാപ്പൻസ് ടു ദ കോപ്പർ അയോൺ? കോപ്പർ അയോൺ എന്ന് പറഞ്ഞത് Cu2+നെ സംബന്ധിച്ചിട്ടാണ് ഇവിടെ കോപ്പർ അയോൺ എന്ന് പറയുന്നത്. ഈ കോപ്പർ അയോൺ എന്ന് പറയുന്നത് Cu2+ എന്ന് പറയുന്നത് നമുക്കറിയാം. Cu2+ എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് അയോണാണ് അല്ലേ. ഈ പോസിറ്റീവ് അയോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റയോൺ. ഈ കാറ്റയോൺ പോസിറ്റീവ് ആയതുകൊണ്ട് അത് നെഗറ്റീവ് ടെർമിനലായ കാഥോഡിലേക്ക് പോകും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇത് പഠിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ മൊത്തം തെറ്റും. അപ്പോൾ ഇങ്ങനത്തെ ലോസ് നന്നായി പഠിച്ചിരിക്കുക. പോസിറ്റീവ് അയോൺസ് ആണെങ്കിൽ അത് നെഗറ്റീവ് ടെർമിനലായ കാഥോഡിലേക്ക് പോകും. കാഥോഡിലത്തെ നിയമം എന്താണ്? റിഡക്ഷൻ ആണ് കാഥോഡിലത്തെ നിയമം. റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണെ സ്വീകരിക്കുക. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്തായിരിക്കും? റിഡക്ഷൻ ആയിരിക്കും ഇവിടെ സംഭവിക്കുക. കോപ്പർ അയോണിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. ഇവിടെ 2 കാര്യങ്ങളിലാണ് വരുന്നത്. ഈ കോപ്പർ അയോണും കോപ്പറും 2 കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. കോപ്പർ അയോണ് റിഡക്ഷനാണ് സംഭവിക്കുന്നത്. ഒന്നുകൂടിയും ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം Cu2+ എന്ന് പറഞ്ഞ ഈ കോപ്പർ അയോൺ നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ചെല്ലും അല്ലേ. കാഥോഡ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ നെഗറ്റീവ്
ഇലക്ട്രോഡ് അഥവാ കാഥോഡ് എന്ന് പറയുന്നത് ഈ സംഭവമാണ് അല്ലേ, നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്ത സംഭവമാണ് കാഥോഡായിട്ട് വരുന്നത്. അപ്പോൾ Cu2+ എന്തായിട്ട് മാറും? Cu2++2 നെഗറ്റീവ് ഗീവ്സ് Cu, അതായത് കോപ്പർ അയോൺ കോപ്പർ ആറ്റമായിട്ട് മാറും. ഈ കോപ്പർ ആറ്റം എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? ഈ അയൺ ബാങ്കിൻ്റെ അടുത്താണ് ഡെപ്പോസിറ്റ് ചെയ്യുക. അതായത് ഈ കാഥോഡിലാണ് ഈ നിയമം നടക്കുന്നത് അല്ലേ. റിഡക്ഷൻ എന്ന് പറയുന്നത് കാഥോഡിൽ നടക്കുന്നത് കൊണ്ട് ഈ കോപ്പർ ആറ്റം Cu2+ 2 ഇലക്ട്രോൺ മേടിച്ചിട്ടാണ് കോപ്പർ ആറ്റമായിട്ട് മാറുന്നത്. ഈ കോപ്പർ ആറ്റം ഈ അയൺ ബാങ്കിൾസിൻ്റെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. ബാക്കി ഇവിടെ എന്തുണ്ട്? കോപ്പർ ഉണ്ട് അല്ലേ. ബാക്കി ഇവിടുത്തെ കോപ്പർ അയോൺസ് ആണ് ഇങ്ങോട്ട് പോയത്. കോപ്പർ അയോൺസ് ഇവിടെ പോയിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ആയി. കോപ്പർ ഇതിന് മാറ്റിയിട്ട് കോപ്പർ ആറ്റമായിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. ബാക്കി ഇവിടെ കോപ്പർ ഉണ്ട്. അതായത് റിഡക്ഷൻ സമയത്ത് റിഡക്ഷൻ നടക്കുന്നത് Cu2+നാണെങ്കിൽ ഓക്സിഡേഷൻ നടക്കുന്നത് ഇവിടെ ആർക്കാണ്? കോപ്പറിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ചെറിയൊരു കൺഫ്യൂഷന് വരുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. Cu2+ന് റിഡക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ബാക്കി ഇവിടെ എന്തിനാണ് ഓക്സിഡേഷൻ നടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കോപ്പറിനാണ് ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലേ. നമുക്കറിയാം ഓക്സിഡേഷൻ വിട്ടുകൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ എന്ന് പറഞ്ഞാൽ ഈ ഓക്സിഡേഷൻ നടക്കുന്നതിൻ്റെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ Cu gives Cu2++2e നെഗറ്റീവ്. കണ്ട, 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്തു. ഇവിടെ Cu2+ ഇലക്ട്രോണെ മേടിച്ചിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറി. ഇവിടെ കോപ്പർ എന്ന് പറഞ്ഞ ഈ സംഭവം, അതായത് പോസിറ്റീവ് ഇലക്ട്രോഡിൽ കോപ്പറിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ആ ഓക്സിഡേഷൻ നടക്കണതിൻ്റെ ഫോർമാറ്റ് ഇതാണ്. 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറി. നമുക്കറിയാം ഇമിറ്റേഷൻ ഗോൾഡ്, 1 gram ഗോൾഡ് എന്നൊക്കെ പറയില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 22 അല്ലെങ്കിൽ 24 ക്യാരറ്റ് ഗോൾഡ് ഇല്ല. അതിൽ ഒന്ന് ഗോൾഡ് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അതാണ് 1 gram ഗോൾഡ്. ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറി. അതുപോലെ തന്നെ ക്രോമിയം പ്ലേറ്റഡ് ഹാൻഡിൽ ബാർ, സിൽവർ പ്ലേറ്റഡ് യൂട്ടൻസിൽസ്, ടിൻ കോട്ടിംഗ് ഫുഡ് കണ്ടെയ്നേഴ്സ്, നിക്കൽ കോട്ടിംഗ് ഇൻ ഡെക്കറേറ്റീവ് ഐറ്റംസ്, സിങ്ക് കോട്ടിംഗ് ഇൻ ഇൻഡസ്ട്രീസ്, ഇൻ മെഷീനറി പാർട്ട്. നമുക്കറിയാം ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. മെഷീനറി പാർട്ട്, ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന മെഷീനറി പാർട്ടിനെ കോട്ട് ചെയ്തിരിക്കുന്ന സിങ്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു മെറ്റലിൻ്റെ പുറത്ത് മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ പ്ലേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് എക്സാമ്പിൾസ് ആയിട്ട് വരും. ഇതിൽ ഒരുവിധം എല്ലാം അറിഞ്ഞിരിക്കണം. ഇത് ഏതിൻ്റെ അപ്ലിക്കേഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് നമ്മൾ എഴുതി വെച്ചിരിക്കണം. ഇനി അടുത്ത വീഡിയോയിൽ നമ്മളിതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഇത് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.